പെരുന്നാൾ ദിനത്തിൻ്റെ പ്രചരണമല്ല, അതിനേക്കാളപ്പുറത്ത് ബലിപെരുന്നാൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബലിപെരുന്നാളിൻ്റെ ഒരു സന്ദേശം ഒരു വലിയ ആത്മസമർപ്പണത്തിൻ്റെ, ത്യാഗത്തിൻ്റെ ഒരു വലിയ സന്ദേശമാണ് ബലിപെരുന്നാൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ത്യാഗത്തിൻ്റെയും ആത്മസംസ്കരണത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും ഒക്കെ ദിനമായ ഇന്ന് പരമാവധി നമുക്ക് ആളുകളോട് സ്നേഹം പങ്കിടാനും ആശ്ലേഷിക്കാനും അസുഖബാധിതരായ കാണാനും കുടുംബ ബന്ധങ്ങളിലൊക്കെ എന്തെങ്കിലും അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലുമൊക്കെ മനസ്സിൽ ശത്രുത തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെറുപ്പ് തോന്നിക്കഴിഞ്ഞാൽ അവരുമായിട്ട് ആ വെറുപ്പൊക്കെ അകറ്റി അവരെ കൂടി സ്നേഹത്തിൻ്റെ വലയിലാക്കാനും ഒക്കെയുള്ളൊരു വലിയ സന്ദേശമാണ് ബലിപെരുന്നാൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് പരമാവധി ആളുകളെ നേരിട്ട് കാണുക, കുടുംബങ്ങൾ സന്ദർശിക്കുക എന്നത് തന്നെയാണ്. അതുകൊണ്ട് അതിനുവേണ്ടിയാണ് ഈ 2 ദിവസത്തെ പര്യടന പരിപാടി മാറ്റിവെച്ചത്. പരമാവധി ഇതേപോലെ ആളുകളെ കാണാൻ. ഞാനിപ്പോൾ വരുന്നത് എൻ്റെ പിതാവിൻ്റെ കബറിടത്തിൽ പ്രാർത്ഥന നടത്തിക്കൊണ്ടാണ്. എന്തായാലും ഒരു വലിയ എൻ്റെ പിതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കാരണവന്മാർ, അനാരോഗ്യമായി കിടന്നിരുന്ന ആളുകൾ, അവരൊക്കെ നമ്മൾ ആശ്ലേഷിക്കുകയും അതേപോലെ തന്നെ നമുക്ക് പിന്തുണ തരികയും ഒക്കെ നൽകുന്നത് ഒരു വലിയ, എന്നെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടുള്ള ഈ പ്രയാണത്തിന് ഒരു വലിയ ആത്മഫലവും ആത്മധൈര്യവും ഒരു വലിയ ഊർജ്ജമാണ് നൽകുന്നത്. ഈ ആളുകൾ നമ്മൾ സ്നേഹിക്കുന്ന ഇവർക്കെല്ലാവർക്കും ഞാൻ വളരെ കാലത്ത് എന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. വളരെ വർഷങ്ങളായിട്ട് ഇവിടെ ജീവിക്കുന്ന ആളായതുകൊണ്ട് എല്ലാവരെയും വളരെ വ്യക്തിപരമായി തന്നെ അടുത്ത ബന്ധം ഈ ആളുകളായിട്ടൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു സ്നേഹവും വാത്സല്യമൊക്കെ അവർ കാണിക്കുന്നുണ്ട്. എന്തായാലും ഒരു നല്ല ജനവിധി നിലമ്പൂരിൽ നിന്നുണ്ടാവും. താങ്ക് യു.